ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്ക് ഓൺലി PSC ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെ കയ്യിൽ ഒരു പേപ്പർ കട്ടിങ് കിട്ടി. അപ്പൊ അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ വേണ്ടത്, നമ്മൾ ഏത് റൂട്ടിൽ പോകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. വാരി വലിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിക്കല്ല. നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഗോളിൽ എത്താൻ വേണ്ടി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, ആ രീതിയിലാണ് നമ്മളെ പഠനത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് എത്തിക്കാനുള്ള ദൂരം കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം. കാരണം കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ വരും. പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച എത്തി. നാളെയാണ് ഡിസംബർ 31 വരുന്നത് അല്ലെ. പരീക്ഷ ഏപ്രിൽ തുടങ്ങിയേക്കും എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് ഇത്തവണ ഇന്റർവ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഇതുവരെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. ഈ തവണ എന്തുണ്ട്, ഇന്റർവ്യൂ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കാം, സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, വിജിലൻസ് ട്രൈബ്യൂണൽ തുടങ്ങിയവയിൽ അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതിന്റെയാണ് പുതിയ വിജ്ഞാപനം PSC ആഴ്ച പ്രസിദ്ധീകരിക്കുന്നത്. ക്ലിയർ. ഡിസംബർ 31 ഗസറ്റിലാണ് ഈ വിജ്ഞാപനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 ലക്ഷത്തിലധികം പേർ അപേക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, 5 ലക്ഷം ആളുകൾ മിനിമം ഉണ്ടായിരിക്കും കേട്ടോ. 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അപേക്ഷ നൽകും. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടത്തുക. അപ്പൊ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കാണണമെന്ന് മനസ്സിലാക്കുക. ഈ 5 ലക്ഷത്തില് നമ്മളുടെ റാങ്ക് എത്ര വേണമെന്ന് ഇപ്പൊ തന്നെ ആലോചിക്കുക. 2021 ഏപ്രിൽ 3 പ്രസിദ്ധീകരിച്ച മുൻ വിജ്ഞാപന പ്രകാരം 5,06,750 പേര് അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ 2021 ഏപ്രില് സമർപ്പിച്ച അപേക്ഷ പ്രകാരം 5,06,750 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. ഓക്കെ, അതിനു മുമ്പ് 2017 ഡിസംബർ 14 പ്രസിദ്ധീകരിച്ച ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. അതിൽ 6,83,588 പേരാണ് അപേക്ഷ നൽകിയിരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം നമുക്ക് 7 ലക്ഷം ആയാലും നമുക്ക് സംശയിക്കാനൊന്നുമില്ല. എത്ര വേണമെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 ഏപ്രിൽ 11 അവസാനിക്കും. മനസ്സിലാക്കി വെക്കുക, 2026 ഏപ്രിൽ 11 നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പൊ 2026 ഏപ്രിൽ 11 കൂടി നമ്മളുടെ പുതിയ ഈ ഒരു വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട് അല്ലെ. എന്തായാലും വരും. അതായത് അടുത്ത ഇത് അവസാനിക്കുമ്പോൾ പുതിയത് വരും. അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 1 ഇയർ കൊണ്ട് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വരും. ഓക്കെ, ഇതിനു തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ കഴിയുന്ന രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടപടികൾ. ഓക്കെ, ഇനി യോഗ്യതയിലേക്ക് കടക്കുകയാണ്. ബിരുദധാരികൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. പ്രായപരിധി 18-നും 36-നും ഇടയിലാണ്. അതായത് ഉദ്യോഗാർത്ഥികള് 2/1/1988-നും 1/1/2006-നും ഇടയില് ഈ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. പട്ടിക വിഭാഗക്കാർക്ക് 5 വർഷം, മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഇനി ഇന്റർവ്യൂ തിരിച്ചെത്തുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ഇത്തവണ ഇന്റർവ്യൂ കൂടി നടത്താൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ എന്നിവയ്ക്കു ശേഷം ഇന്റർവ്യൂ കൂടി നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഓർത്തു വെക്കുക. മുൻപ് ഒരു തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ഇന്റർവ്യൂ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു.
മെയിൻ പരീക്ഷയിലെയും ഇന്റർവ്യൂയിലെയും മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. മെയിൻ പരീക്ഷ 100 മാർക്ക് വീതമുള്ള 2 ഒബ്ജക്റ്റീവ് 100 മാർക്കുള്ള 2 ഒബ്ജക്റ്റീവ് പരീക്ഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റീവ് അല്ല, അതേപോലെ തന്നെയായിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും കേട്ടോ. പരീക്ഷയുടെ വിശദമായ സിലബസ്, സ്കീം എന്നിവ വിജ്ഞാപനത്തോടൊപ്പം തന്നെ ഉൾപ്പെടുത്തും എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. മറ്റു തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവാറ്, സാധാരണ നമ്മൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയാണ് നമുക്ക് സിലബസ് കിട്ടാറല്ലേ. ഇപ്രാവശ്യം വിജ്ഞാപനത്തോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, സിലബസും അതിന്റെ എല്ലാ കാര്യങ്ങളും PSC പ്രസിദ്ധപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നിയമനത്തെ കുറിച്ചാണ് പറയുന്നത്. 2023 ഏപ്രിൽ 12 നിലവിൽ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ 419 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. നിയമനത്തിൽ ഓപ്പൺ മെറിറ്റ് 285, EWS 321, ഈഴവ 303, SC സപ്ലിമെന്ററി 22, ST സപ്ലിമെന്ററി 10, മുസ്ലിം 414, LC or AI 789, OBC 304, വിശ്വകർമ്മ 158, SIUC നാടാർ 566, SCCC സപ്ലിമെന്ററി 3, ധീവര 695, ഹിന്ദു നാടാർ 610, ഭിന്നശേഷി ALV 4, HI 5. എന്നിങ്ങനെയാണ് അതിന്റെ എന്തുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ ലിസ്റ്റില്. ഇനി സ്ഥാനക്കയറ്റ സാധ്യതകളെ കുറിച്ചും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് വിവിധ വകുപ്പുകളിൽ സ്ഥാനക്കയറ്റ രീതികൾ വ്യത്യാസമുണ്ട്. അതായത് ഒരു ലിസ്റ്റിലെ ആദ്യ ബാച്ചിൽ നിയമനം ലഭിക്കുന്നവർക്ക് 10-12 വർഷം കഴിയുമ്പോൾ ആദ്യ ഗസറ്റഡ് തസ്തികയിൽ, അതായത് സെക്ഷൻ ഓഫീസർ, ആദ്യ ഗസറ്റഡ് തസ്തികയിൽ പ്രവേശിക്കാം. ഈ തസ്തികയിൽ 5-6 വർഷം കഴിയുമ്പോൾ അണ്ടർ സെക്രട്ടറി, 2-3 വർഷം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സെക്രട്ടറി, പിന്നീട് ഓരോ 2 വർഷത്തിനകം ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നീ പദവികളിലും എത്തിച്ചേരാൻ അവസരമുണ്ട്. അതായത് നമ്മളെ മുന്നിൽ തുറന്നു കിട്ടുന്നത് എത്ര വലിയൊരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ എത്ര വലിയൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് പറയുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ഫിനാൻസ് സെക്രട്ടേറിയറ്റ്, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റ് GAD എന്നിവിടങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. PSCയിൽ ആദ്യത്തെ ഗസറ്റഡ് തസ്തികയിലെത്താൻ 16 വർഷം വരെ വേണ്ടി വരാറുണ്ട് സാധാരണ. അണ്ടർ സെക്രട്ടറി ആകാനും 5-6 വർഷം എടുക്കും. തുടർന്ന് ഓരോ 2 വർഷത്തിനകം ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി പദവിയിലെത്താം. അഡീഷണൽ സെക്രട്ടറി തസ്തികകളുടെ എണ്ണം കുറവും ആശ്രിത നിയമനം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നിയമനങ്ങളിലൂടെ എത്തിയവരുടെ എണ്ണം വളരെ കൂടുതലുമായതിനാൽ കുറച്ചു പേർക്ക് മാത്രമേ PSCയിൽ എന്തുണ്ടാവുള്ളൂ, അഡീഷണൽ സെക്രട്ടറി തസ്തികയിൽ എത്തിച്ചേരാൻ കഴിയൂ. സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ മുൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ട്ടോ, അതിൽ നിയമനം ലഭിക്കുന്നവർക്ക് സെക്രട്ടേറിയറ്റ്, PSC എന്നിവിടങ്ങളിൽ നിയമനം ലഭിക്കുന്നവരെ അപേക്ഷിച്ച് സ്ഥാനക്കയറ്റ സാധ്യതകൾ കുറവാണ്. ഉയർന്ന തസ്തികകളുടെ എണ്ണം താരതമ്യേന കുറവായതാണ് അതിനുള്ള കാരണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ തന്നെ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മുൻ സെക്രട്ടറിയും റിട്ടയർഡ് ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ MG രഞ്ജിത് കുമാർ എഴുതുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് ജസ്റ്റ് പോയോക്കാം. 5 ലക്ഷത്തിലധികം ബിരുദധാരികൾ മാറ്റുരയ്ക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ മുൻനിരയിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് സർക്കാർ സർവീസിലെ ആകർഷക ജോലിയും മികച്ച ആനുകൂല്യങ്ങളുമാണ്. ഏറ്റവും മികച്ച ശമ്പള സ്കെയിലും പ്രമോഷൻ സാധ്യതകളും ലഭിക്കുന്ന ഈ തസ്തിക ബിരുദ യോഗ്യതയുള്ളവർക്ക് സർക്കാർ മേഖലയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ജോലിയാണെന്ന് പറയാം. വിശകലന പാഠവവും മികച്ച ആശയവിനിമയത്തിനുള്ള കഴിവുമുള്ളവർക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജോലിയാണിത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് പൊതുഭരണ സെക്രട്ടേറിയറ്റ്, ധനകാര്യ സെക്രട്ടേറിയറ്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, PSC, സംസ്ഥാന ഓഡിറ്റ് വകുപ്പ്,
അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, വിജിലൻസ് ട്രൈബ്യൂണല്, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കാം. അസിസ്റ്റന്റായി നിയമനം ലഭിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം വഴി സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നിവ കൂടാതെ സംസ്ഥാന സിവിൽ ഓഫീസിലെ ഏറ്റവും ഉയർന്ന തസ്തികയായ സ്പെഷ്യൽ സെക്രട്ടറി വരെ എത്തിച്ചേരാം. IAS കൺഫർ ചെയ്യപ്പെടാനും അവസരമുണ്ട്. നോക്കി നോക്കൂ, IAS കൺഫേർഡ് ചെയ്ത് കിട്ടാനും വരെ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകാൻ മുൻകാലങ്ങളിലേക്കാൾ മത്സരം വർദ്ധിക്കുന്ന നാളുകളാണിത്. അപേക്ഷ അയക്കുന്നത് മുതൽ ചിട്ടയായ രീതിയിൽ പരീക്ഷാ പരിശീലനം ആരംഭിച്ചെങ്കിൽ മാത്രമേ ആശിച്ച റാങ്കിൽ എത്തിച്ചേരാനാകൂ. ഓക്കെ, മനോരമ തൊഴിൽ വീതി നൽകുന്ന മികച്ച അത് വേണ്ട. അപ്പൊ മനോരമയുടെ തൊഴിൽ വീതിയിലുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി മുൻകാല വിജ്ഞാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് വിജ്ഞാപന തീയതി 3/4/2021, കാറ്റഗറി 57/2021, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 2901 പേര്, കട്ട് ഓഫ് മാർക്ക് പ്രിലിമിനറിക്ക് 47.56, മെയിന് 43.67. നിയമന ശുപാർശ 419. ഇപ്പോഴും നിയമനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 14/12/2017, 545/2017 കാറ്റഗറി. അതിലെ റാങ്ക് ലിസ്റ്റില് 1608 പേര്, 75.33 ആയിരുന്നു കട്ട് ഓഫ്. 503 പേർക്കാണ് അതില് നിയമന ശുപാർശ വന്നത് കേട്ടോ. അതായത് ഇനി അതിന്റെ മുന്നേ 2014, അതായത് 31/12/2014 638/2014 എന്നുള്ള പേരില് കാറ്റഗറി നമ്പറിൽ 3333 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട. 69 ആയിരുന്നു കട്ട് ഓഫ്. 614 പേർക്കാണ് നിയമന ശുപാർശ വന്നത്. അപ്പൊ നോക്ക്, 2014 69 ആയിരുന്നു കട്ട് ഓഫ്. 2017 75.33 ആണ് കട്ട് ഓഫ് വന്നത്. 2021 പ്രിലിംസിന് കട്ട് ഓഫ് വന്നത് 47.56, മെയിൻസിന് 43.67. ഇത് കട്ട് ഓഫ് കുറഞ്ഞെന്ന് വിചാരിക്കേണ്ട, കാരണം കട്ട് ഓഫ് കുറഞ്ഞെങ്കിലും അതിന്റെ ആ ടഫ്നെസ് ഭയങ്കര കൂടിയോണ്ടാണ് കട്ട് ഓഫ് കുറഞ്ഞത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം. കട്ട് ഓഫ് വളരെ കുറയാനുള്ള കാരണം എന്താ? നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട, പ്രിലിംസിന് എന്താണ് വന്നിട്ടുള്ളത്? പ്രിലിംസിന് 47.56 ആണ് കട്ട് ഓഫ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു 60 70 കട്ട് ഓഫ് വന്നാലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്. മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് 50 മാർക്കും നേടിയെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം കുറച്ചൊക്കെ നോക്കിയാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഇനിയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്ഥാനക്കയറ്റ തസ്തികകളും ശമ്പള സ്കെയിലും കൂടി ഒന്ന് നോക്കിയാലോ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റ് PSC, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ശമ്പള സ്കെയിൽ അങ്ങനെയാണ് കൊടുത്തുള്ളത്. അപ്പൊ അസിസ്റ്റന്റ് റിസപ്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർ, അത് എന്താണ്? അസിസ്റ്റന്റ് ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റ്. അതായത് 39,300 മുതൽ 83,000 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. അപ്പൊ നോക്കി നോക്കുക എത്രയാണ്. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ സാലറി സ്കെയിൽ മാത്രം പറഞ്ഞു നോക്കാം ഓരോ പോസ്റ്റിലും. പോസ്റ്റ് പിന്നെ നമുക്ക് നോക്കാം. ഒരെണ്ണാണെങ്കിൽ 39,300 മുതൽ 83,000 വരെ, 43,400 to 91,200, 45,600 മുതൽ 95,600, 51,400 മുതൽ 1,10,10,300, 56,500 മുതൽ 1,18,100, 63,700 മുതൽ 1,23,700, 95,600 മുതൽ 1,53,200 വരെ അണ്ടർ സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ, 1,07,800 മുതൽ 1,60,000 വരെ, 1,18,100 മുതൽ 1,63,400 വരെ, 1,23,700 മുതൽ 1,66,800 വരെ, 1,29,300 മുതൽ 1,66,800 വരെ. ഈ സാധനം മാത്രം മനസ്സിൽ എപ്പോഴും ആലോചിച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഈ ഒരു പേപ്പർ കട്ടിങ്സ് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര നല്ല പോസ്റ്റ് ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എത്രത്തോളം സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്ന്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കാണാതെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിച്ചു തുടങ്ങാൻ പാടില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക, റിവിഷൻ നടത്തുക, എക്സാമുകൾ എഴുതുക. താങ്ക് യു.